30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ വിഖ്യാത സംവിധായകൻ സയ്യിദ് മിർസയെ ചടങ്ങിൽ ആദരിക്കും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മൗറിത്തേനിയൻ സംവിധായകൻ അബ്ദുറഹ്മാൻ സിസാക്കോയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കും. സിനിമാ കാഴ്ചകളുടെ 7 ദിനരാത്രങ്ങൾ. സിനിമയ്ക്കപ്പുറം രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്താണ് ഇത്തവണത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേള സമാപിക്കുന്നത്. 16 തിയേറ്ററുകളിലായി 150-ലേറെ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തി. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പലസ്തീൻ പാക്കേജ് പ്രേക്ഷകർ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു. മേളയിൽ പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ലെന്നും സർക്കാർ നിലപാട് ശക്തമാണെന്നും ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ റസൂൽ പൂക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള വിൽ ഷോ ദോസ് ഫിലിംസ് എന്ന് നമ്മൾ വളരെ കൃത്യമായ ഡിസന്റ് പറഞ്ഞു. അത് അവർ ഉൾക്കൊള്ളുകയും ചെയ്തു. അവർ അനുമതി തന്നില്ലെങ്കിൽ നമ്മൾ സിനിമ കാണിക്കും എന്ന ഒരു ബോധ്യവും അവർക്കുണ്ടായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ വിഖ്യാത സംവിധായകൻ സയ്യിദ് മിർസയെ ചടങ്ങിൽ ആദരിക്കും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മൗറിത്തേനിയൻ സംവിധായകൻ അബ്ദുറഹ്മാൻ സിസാക്കോയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കും. തുടർന്ന് മേളയിലെ മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം ഉൾപ്പെടെയുള്ള അവാർഡുകൾ വിതരണം ചെയ്യും. സമാപന ചടങ്ങിന് ശേഷം സുവർണ ചകോരം നേടിയ സിനിമ നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.